ലോകരാജ്യങ്ങൾക്കിടയിൽ സംഘർഷ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ യുഎസിന്റെ ചില പ്രവൃത്തികൾ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിൽ വലിയ ഭീഷണികളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോഴത്തെ ഇസ്ലാമിന്റെ അന്ത്യം കാണുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടെക്സസിലെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി. ഇസ്ലാം അവസാനിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഒരു പ്രചാരണ ശൈലിയിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ഖുറാന്റെ ഒരു പകർപ്പ് കത്തിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രതിഷേധം ഉയരുകയാണ്. ട്രംപിന്റെ പ്രവൃത്തികളിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിലേക്കാണ് ഇത്തരത്തിലൊരു സംഭവം കടന്നു വരുന്നത്. 2024 ടെക്സസിലെ 31ാമത് കോൺഗ്രസിൽ ഡിസ്ട്രിക്ട് സീറ്റിലേക്ക് മത്സരിക്കുന്ന വാലന്റീസ് ഗോമസ് ആണ് എക്സിൽ പോസ്റ്റ് പങ്കുവച്ചത്. നമ്മൾ ഇസ്ലാം എന്നേക്കുമായി നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പെൺമക്കളെ ബലാത്സംഗം ചെയ്യും, നിങ്ങളുടെ ആൺമക്കളുടെ തലയറുക്കുമെന്ന് പറഞ്ഞ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഖുറാൻ കത്തിക്കാൻ തുടങ്ങി. അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ്, അതിനാൽ ആ തീവ്രവാദി മുസ്ലിങ്ങൾക്ക് 57 മുസ്ലിം രാജ്യങ്ങളിൽ ഏതിലേക്കും പോകാം, ഗോമസ് കൂട്ടിച്ചേർത്തു. യേശു ക്രിസ്തുവിനാൽ ശക്തി പ്രാപിക്കുന്നുവെന്ന് ഗോമസ് പറയുന്നതോടെയാണ് വീഡിയോ അവസാനിക്കുന്നത്. എന്റെ പ്രവൃത്തികളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്കും ആബിഗേറ്റിൽ 13 US സൈനികരുടെ ജീവൻ അപഹരിച്ചതിനും ഞങ്ങളുടെ വധത്തിന് ആഹ്വാനം ചെയ്യുന്നതിനും ഉത്തരവാദിയായ പുസ്തകത്തിന് മുന്നിൽ ഞാൻ ഒരിക്കലും മുട്ടുമടക്കില്ല, അവർ എക്സിൽ എഴുതി. അതേസമയം അമേരിക്കൻ ക്രിസ്ത്യാനികൾക്ക് പൊതുജനങ്ങളെക്കാൾ മുസ്ലിങ്ങളെ കുറിച്ച് കൂടുതൽ നെഗറ്റീവ് ധാരണയുള്ളതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. വ്യക്തമായും അമേരിക്കൻ ധാരണയെ സ്വാധീനിക്കുന്ന അതേ ഘടകങ്ങൾ ക്രിസ്ത്യൻ ധാരണ സ്ഥാപിക്കുന്നതിൽ അടിസ്ഥാനപരമാണ്. എന്നാൽ ക്രിസ്ത്യൻ ധാരണ കൂടുതൽ ഗുരുതരമാകുന്നതിനാൽ ക്രിസ്ത്യാനികളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള അധിക ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. പൊതുജനങ്ങൾ പ്രധാനമായും മാധ്യമങ്ങളുമായി ഇടപെടുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് പ്രവചനങ്ങൾ, ക്രിസ്ത്യൻ ടെലിവിഷൻ പരിപാടികൾ, പുസ്തകങ്ങൾ, മുസ്ലിം പശ്ചാത്തല വിശ്വാസികൾ അവരുടെ ധാരണയെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന പ്രസംഗങ്ങൾ എന്നിവരുണ്ട്. ഈ ഘടകങ്ങൾ ചിലപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാമിന്റെ നെഗറ്റീവ് ചിത്രീകരണം നൽകിയേക്കാം. ഇത് മുസ്ലിങ്ങൾ അവരുടെ ധാർമ്മികതയും മൂല്യങ്ങളെയും ആക്രമിക്കുന്നുവെന്ന് ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തിയേക്കാം. ഇത് ഇസ്ലാമിന്റെ ക്രിസ്തുമതത്തിന്റെയും ജൂത ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും ശത്രുവായി ചിത്രീകരിക്കാൻ സാധ്യതയുമുണ്ട്. തൽഫലമായി ഈ ആശയങ്ങൾക്ക് ദൈവമക്കളിൽ നിന്ന് ക്രിസ്ത്യാനികളെ നന്മയും തിന്മയും വീക്ഷണകോണിൽ നിന്നും യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധത്തിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള സൈനികരാക്കി മാറ്റാൻ കഴിയും. അടുത്തിടെ റോയിട്ടേഴ്സിന്റെ ഒരു കഥ ഈ ആശയം പിടിച്ചെടുത്തു. യുദ്ധത്തിന്റെ പ്രധാന ദൂതനായ വിശുദ്ധ മൈക്കിളിന്റെ ചിത്രം ഇറാഖിലേക്ക് മടങ്ങിയെത്തിയ ഒരു US സൈനികന്റെ പിന്നിൽ പച്ച കുത്തിയിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടുന്ന ഒരു ക്രിസ്ത്യൻ മിലിഷ്യയിൽ ചേർന്ന അദ്ദേഹം നന്മയും തിന്മയും തമ്മിലുള്ള ബൈബിൾ യുദ്ധമായി ഇതിനെ കാണുന്നു. 28-കാരനായ ബ്രൈറ്റ് 2006 ഇറാഖിലേക്ക് വിന്യസിക്കപ്പെട്ടപ്പോൾ ഉപയോഗിച്ച അതേ തള്ളവിരൽ ധരിച്ച പോക്കറ്റ് ബൈബിൾ വെക്കുന്നു. അതിന്റെ പേജുകൾക്കുള്ളിൽ കന്യകാമറിയത്തിന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാക്യങ്ങളും എടുത്തു കാണിച്ചിരിക്കുന്നു. ഇത് വളരെ വ്യത്യസ്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനുഭവങ്ങൾ എങ്ങനെ താരതമ്യം ചെയ്യുന്നുവെന്ന് ചോദിച്ചു. ഇവിടെ ഞാൻ ഒരു ജനതയ്ക്കും ഒരു വിശ്വാസത്തിനും വേണ്ടി പോരാടുകയാണ്. ശത്രു വളരെ വലുതും കൂടുതൽ ക്രൂരനുമാണ്. ക്രിസ്ത്യാനിത്വം, തീവ്ര ഇസ്ലാം എന്നിവ തമ്മിലുള്ള മതയുദ്ധമായി ഇതിനെ കാണുന്ന നിരവധി അമേരിക്കൻ ക്രിസ്ത്യാനികളുടെ വികാരത്തെ ഈ കഥ സൂചിപ്പിക്കുന്നതായി തോന്നുന്നു. പലപ്പോഴും ക്രിസ്ത്യാനികളും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം മങ്ങിക്കുകയും എല്ലാ മുസ്ലിങ്ങളെയും ഒരേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് പ്രശ്നം. ഇത് എല്ലാ മുസ്ലിങ്ങളെയും ശത്രുക്കളാക്കി മാറ്റുന്നു. നിർഭാഗ്യവശാൽ പലപ്പോഴും ക്രിസ്ത്യാനികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മുസ്ലിങ്ങളെയും തീവ്രവാദികളെയും വേർതിരിക്കുന്നില്ല. കൂടാതെ ക്രിസ്ത്യൻ റേഡിയോ, ടെലിവിഷൻ പരിപാടികൾ, സിനിമകൾ, പുസ്തകങ്ങൾ, ബ്ലോഗുകൾ എന്നിങ്ങനെ ക്രിസ്ത്യാനികളെ ലക്ഷ്യം വെച്ചുള്ള മാധ്യമങ്ങൾ അവരുടേതാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള ജനപ്രിയ ക്രിസ്ത്യൻ സാഹിത്യങ്ങൾ ഭൂരിഭാഗവും പഴയ പരിചിതമായ തീമുകൾ വീണ്ടും അവതരിപ്പിച്ചിട്ടുണ്ട്. മതം മാറിയ മുസ്ലിങ്ങളുടെ ആകർഷണം, മുസ്ലിങ്ങളുടെ യഥാർത്ഥ വിശ്വാസങ്ങൾക്കെതിരായ ക്ഷമാപണ ആക്രമണങ്ങൾ, രാഷ്ട്രീയവും ദൈവശാസ്ത്രപരവുമായ അഭിപ്രായങ്ങളുടെ സംയോജനം, അവസാന നാളുകളിൽ ഇസ്ലാമിന്റെ സ്ഥാനം എന്നിവയെക്കുറിച്ച് തോമസ് എസ്കിഡ് വിവരിക്കുമ്പോൾ ഈ സാധാരണ തീമുകൾ വെളിപ്പെടുത്തുന്നു. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന നിരവധി പുസ്തകങ്ങൾ ക്രിസ്ത്യാനികൾക്കായി വിപണനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അമേരിക്കയെ മാത്രമല്ല മുഴുവൻ ലോകത്തെയും കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ക്രിസ്ത്യൻ പ്രേക്ഷകർക്കുള്ള പുസ്തകങ്ങളിലെ പൊതുവായ തീമുകളാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭീഷണിയാണ് ഇസ്ലാം പ്രതിനിധീകരിക്കുന്നത് എന്ന് ഹാൽ ലിൻസെ എഴുതിയതായി ഉദ്ധരിച്ചു. അമേരിക്കയിലും യൂറോപ്പിലും സ്ഥിരതാമസമാക്കിയ ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഒരു കരുതിക്കൂട്ടിയുള്ള അധിനിവേശത്തിൽ പങ്കെടുക്കുകയാണെന്ന് പ്രശസ്ത ക്രിസ്ത്യൻ പ്രവചന എഴുത്തുകാരനായ മൈക്കൽ ഫോർട്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് ഗുബു നന്ദുരുച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ.